കഥകളൊക്കെ കേട്ട് ഭഗവാന്റെ ലീലകളൊക്കെ കേട്ട് വളരെ അധികം അട്രാക്റ്റഡ് ആയത് ഭഗവാനെ കുറിച്ച്. സോ ഒരു ദിവസം പൂന്താനം പൂജാ റൂമിൽ ഇരിക്കുന്ന സമയത്ത് വൈഫിനെ വിളിക്കുന്നുണ്ട്. ഒന്ന് വേഗം വരൂ വേഗം വരൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ പോവായി, ദാ കാത്തു നിൽക്കുന്നുണ്ട് ഭഗവാൻ, എന്നെ കൊണ്ടുപോവാണ്, നീയും വരൂ എന്റെ കൂടെ എന്ന് പറയാം. അപ്പം വൈഫ് പറയും, ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഷീ ഡസൻ കം. പക്ഷെ ആ ജോലി ചെയ്യുന്ന സ്ത്രീ ഓടി വരും. ഓടി വന്നിട്ട് ലാസ്റ്റ് നമ്മൾ കാണുന്നത് പൂന്താനം ഇങ്ങനെ കിടക്കാണ്. ആൻഡ് ആ കാൽക്കെ തന്നെയാണ് ആ സ്ത്രീയും കിടക്കുന്നത്. ആ സ്ത്രീയും പോയിരിക്കുന്നു കൂടെ, ഭഗവാന്റെ അടുത്ത് രണ്ടുപേരും എത്തി എന്നാണ് കഥ. സോ ഭഗവാന് നമുക്ക് ഒരുക്കി ഇരിക്കുന്നത്, തന്നിരിക്കുന്നത് ഈ ഭാഗവതത്തിന്റെ മഹാത്മ്യത്തിലൂടെ നമ്മള് ഭഗവാന്റെ നാമങ്ങളും ഭഗവാന്റെ കഥകളും എങ്ങനെയാണ് നമ്മൾ പൂവും നൂലും കൂടി ചേർന്ന് നമ്മൾ നല്ലൊരു മാല ഉണ്ടാക്കണ പോലെയാണ് നമുക്കിത് പറഞ്ഞു തന്നിരിക്കുന്ന ഭാഗവതത്തില്. സോ ഭഗവാന് വേണ്ടി നമ്മുടെ ജീവിതം ഒരു സമർപ്പണമായി നമ്മൾ മാറ്റിയെടുക്കാൻ നമ്മൾ പ്രയത്നിക്കണം. ശ്രീമദ് ഭാഗവത്യോഖ്യം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി ശീഘ്രതോ സീമയനഥ മുഖ്യാർത്ഥം ഭവസാഗരേത് എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് ഭാഗവതം എന്നുള്ളത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് എന്ന് വ്യാസ മഹർഷി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും നമ്മള് ഭാഗവതോ ഭഗവത്ഗീതയോ നമുക്കൊരു ഗുരു നമുക്ക് പറഞ്ഞു തരാതെ നമ്മൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും അത് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ എപ്പോഴും നമ്മള് സ്ക്രിപ്റ്റേഴ്സ് പഠിക്കണമെങ്കിൽ നമുക്കൊരു നല്ലൊരു ഗുരു നമുക്ക് ഉണ്ടാവുന്നത് നമുക്കൊരു ഗൈഡാണ്. ശരിക്കും അത് കറക്റ്റ് വഴി കൂടെ നമ്മളെ കാണിച്ചു തരും. ബിക്കോസ് ഗുരു ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ വഴി കാട്ടണമെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ എത്തുന്നത്. സോ നമ്മളൊക്കെ ഭാഗ്യവന്മാരാണ്, സുകൃതികളാണ് ഇവിടെ ഭാഗവതം പഠിക്കാനും ഭഗവത്ഗീത വായിക്കാനും ഒക്കെ പറ്റുന്നത്. എല്ലാവർക്കും പറ്റാത്തൊരു കാര്യമാണ്. സോ ആൻഡ് നമ്മളിവിടെ സജ്ജനങ്ങളുടെ കൂടെ നമ്മൾ സത്സംഗ് കൂടുന്നതും ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, കേരളത്തില് നമ്മള് അമ്പലങ്ങളുണ്ട്. അപ്പൊ നമ്മള് കേരളത്തിൽ എന്താ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? രാവിലെ അമ്പലത്തിൽ പോകണം, തൊഴണം, തിരിച്ചു വരണം. ദാറ്റ് ഇസ് ഇറ്റ്. അമ്പലത്തിൽ പോകുന്നത് വലിയൊരു സംഭവമാണ്, നമുക്ക് ഡെഫിനറ്റ്ലി വലിയൊരു സംഭവമാണ് അത്. നമ്മൾ അമ്പലത്തിൽ പോകണം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് എന്നാലേ നമുക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ പറ്റൂ. ആൻഡ് ശ്രവണം, കീർത്തനം നമുക്ക് കീർത്തിക്കാൻ പറ്റൂ, നമുക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റൂ. ആൻഡ് നമ്മൾ എല്ലാവരെയും കൂടെ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോവാൻ ശ്രമിക്കണം. സോ താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവകൈ. ഈ കലിയുഗത്തിലെ പ്രത്യക്ഷമായ ഭഗവാനാണ് ശ്രീമദ് മഹാഭാഗവതം. ഭാഗവത്തെ നമ്മൾ പ്രത്യക്ഷപ്പെട്ട കൺമുന്നിൽ കണ്ട ശ്രീകൃഷ്ണനായിട്ട് തന്നെ വേണം നമ്മൾ കാണാൻ. അതുപോലെ ഗുരുവിന്റെ ഇമ്പോർട്ടൻസും പറഞ്ഞു. ഒരു ഗുരുവിനെ സമീപിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ശാസ്ത്രത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒബ്ജക്റ്റീവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഒരുപാട് ഇത് ഭാരതത്തിൽ ഇല്ലാതെ പോയ ആ ബോധവും അത് തന്നെയാണ്. ഒരുപാട് അതിനെപ്പറ്റിയുള്ള ബോധം ഉണ്ടായിട്ടുള്ളതും പാശ്ചാത്യർക്കാണ്. അതുകൊണ്ട് തന്നെ പ്രഭുപാദര് ഒരു പ്രാവശ്യം അമേരിക്കയിൽ എത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ഏറ്റവും വലിയൊരു ശിഷ്യന്റെ കഥയാണ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് രാധാനാഥ് സ്വാമി. അത് വായിക്കണം നമ്മൾ. അത് വായിച്ചു നോക്കിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും അദ്ദേഹം എന്തൊക്കെ, അതായത് ഒരു കാലഘട്ടത്ത് പ്ലേഗ് ആണെന്ന് തോന്നുന്നു, പടർന്നു പിടിച്ചൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്താണ് അല്ലേ സ്മിത മാതാജി? അതല്ലേ കാലഘട്ടം? ആ കാലഘട്ടത്താണ് രാധാനാഥ് സ്വാമി, ഒരു ജൂതൻ, ഭാരതത്തിലേക്ക് വരുന്നത് ആത്മീയത തേടിയിട്ട്. അപ്പോൾ അവർ ചോദിച്ചിരുന്നു, ഓരോ ബോർഡറിൽ വരുമ്പോഴും ചോദിച്ചിരുന്നു. അന്ന് ഭാരതം അറിയപ്പെട്ടിരുന്നത് ചെളികളുടെ നാടാണ്, അഴുക്കുകളുടെ നാടാണ്. ആ ഭാരതത്തിലോട്ട് എന്തിനാണ് പോകുന്നതെന്ന് അവർക്കറിയില്ല.
ആ ചെളിയിൽ വിരിഞ്ഞ ഒരു പുഷ്പമുണ്ട്. ആ പുഷ്പത്തെ കാണാനാണ്, ആ താമരയിൽ കാണാനാണ്, ആ പാദകമലത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് ചോദിച്ചവർക്ക് അറിയില്ലായിരുന്നു. അവസാനം രാധാനാഥ് സ്വാമി ആ കമലത്തെ, ആ താമരയെ കണ്ടു, ആ പാദകമലത്തെ കണ്ടു. ഭാരതീയ ദർശനം തിരിച്ചറിഞ്ഞു, ഭഗവാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു. പ്രഭുപാദരുടെ ശിഷ്യനായി. ദ ഓട്ടോബയോഗ്രഫി ഓഫ് രാധാനാഥ് സ്വാമി. ഹരേ കൃഷ്ണ. നമ്മളൊരു കീർത്തനവുമായിട്ട് അടുത്ത് വരുന്നു. ശിവേട്ട, അവിടെ കീർത്തനം ചെയ്യാൻ അറിയല്ലേ? കീർത്തനം ചെയ്തു. എല്ലാരും ഉണ്ടല്ലോ, കുട്ടിപ്പട്ടാളങ്ങള്. ഹരേ കൃഷ്ണ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. चित्त चोरा यशोदा के बाल, नवनीत चोर गोपाल। 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 गोपाल गोपाल गोपाल, गोवर्धन धर 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 गोपाल। गोपाल 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 गोपाल, गोवर्धन धर गोपाल। चित्त चोरा यशोदा के बाल, नवनीत चोर 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 गोपाल। नवनीत चोर गोपाल, नवनीत चोर गोपाल। താങ്ക് യു താങ്ക് യു താങ്ക് യു. ചിത്ത ചോര, പിന്നെന്താ പറഞ്ഞേ?
മ്യൂട്ടാണെന്തോ. यशोदा के बाद ചിത്തച്ചോര, പിന്നെന്ത് ചോരനാ പറഞ്ഞത്? यशोदा के बाद യശോദ കേവാൽ. മനസ്സിനെ മോഷ്ടിക്കുന്നു. ഭഗവാനെ മൊത്തം കള്ളൻ എന്ന് പറഞ്ഞ് ഇരട്ട പേര് വിളിക്കുക ചെയ്തത്. പാട്ട് പാടിയതാണ്, പക്ഷെ ഭഗവാനെ മൊത്തത്തിൽ ഇരട്ട പേരാ വിളിച്ചത്. ആരെങ്കിലും ഇഷ്ടപ്പെടുവോ ഇരട്ട പേര് വിളിച്ചു കഴിഞ്ഞാല്? പിന്നെന്താ ഭഗവാനെ കൃഷ്ണനെ, അതും കൃഷ്ണനെ കയറി ഇരട്ട പേര് വിളിച്ചത്? പറയൂ. എന്താണ്? ഭഗവാൻ ഇതെല്ലാം ഒരു രസമാണ്, എല്ലാം ഒരു രസമാണ് ഭഗവാൻ. ഇതിനകത്തൊന്നും ഭഗവാൻ ഒരു കുണ്ഠിതവുമില്ല. കാർത്തിക മാസത്തില് ഈ 30 ദിവസവും ഭഗവാനെ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്. വെണ്ണക്കള്ളൻ വെണ്ണക്കള്ളൻ. ഈ വെണ്ണക്കള്ളന് വേണ്ടിയിട്ട്, അതായത് വെണ്ണ മോഷ്ടിച്ചതാണ് എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നത്. കൃഷ്ണൻ മോഷ്ടിച്ചു, മോഷണമാണ്, കുലത്തൊഴിൽ തന്നെ, അദ്ദേഹത്തിന്റെ കുലത്തൊഴിൽ തന്നെ മോഷണമാണ്. ഇത്രയും മോഷ്ടാവ്, ഇത്രയും കള്ളൻ എന്ന് വിളിച്ചു നടക്കുന്നു. എങ്കിലും ഭഗവാൻ യാതൊരു വിഷമവുമില്ല. ഭഗവാൻ ദീന അനുകമ്പനാണ്. ഭഗവാനെ ഭക്തദാസൻ എന്നുകൂടി പറയും. ഭക്തദാസൻ, ഭക്തന്റെ ദാസനാണ് ഭഗവാൻ. ശ്രേഷ്ഠനായ ഭക്തൻ എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാൻ ചെയ്യും. അതുകൊണ്ടാണ് ഈ കാർത്തിക മാസത്തില് നാരദ മഹർഷി ശപിച്ച കുബേരന്റെ മക്കളായ നളകുബേരനും മണിഗ്രീവനും ശാപം കൊടുത്തതും ഭഗവാനോട് ചോദിച്ചിട്ടല്ല, ശാപമോക്ഷം കൊടുത്തതും ഭഗവാനോട് ചോദിച്ചിട്ടല്ല. ഇത് രണ്ടും ഭഗവാൻ കേട്ടു. കാര്യം ഭഗവാൻ അങ്ങനെയാണ്. അതാണ് കൃഷ്ണൻ. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാൻ കേൾക്കും. ശാപം കൊടുത്തു, അതും കേട്ടു. ശാപമോക്ഷം കൊടുത്തു, അതും കേട്ടു. ഭഗവാൻ ദ്വാപര യുഗത്തില് അവതരിച്ച് വന്നിട്ട് മുട്ടിൽ എഴയുന്ന പ്രായമേ ഉള്ളൂ. എന്നിട്ട് കൂടി ഭഗവാന്റെ കോൺഷ്യസ്, എന്റെ ഭക്തൻ ഇവിടെ 2 പേർക്ക് ശാപം കൊടുത്തിട്ടുണ്ട്, ശാപമോക്ഷവും കൊടുത്തിട്ടുണ്ട്. അതായിരിക്കണം എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി, എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അതായിരിക്കണം. എൻ്റെ ഭക്തൻ എന്താണ് പറഞ്ഞത് അത് കേൾക്കണം. അതുകൊണ്ട് തന്നെ മുട്ടുകാലേൽ ഇഴഞ്ഞു വന്ന് ആ ഉരലും പിടിച്ചു കൊണ്ടുപോയി ആ 2 മരങ്ങളെയും പൊഴുതിട്ട് ആ സ്പർശനം കൊടുത്ത് അനുഗ്രഹിച്ചു. ഇത്രയും ദീനാനുകമ്പയുള്ള വേറെ ആരുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ? എവിടെങ്കിലും കാണാൻ പറ്റുമോ? അതുപോലെ സത്യയുഗം വന്നു കഴിഞ്ഞാല് ദ്വാപരയുഗം വരേണ്ടതാണ്. 1, 2, 3 എന്നല്ലേ? പക്ഷേ അവിടെയും ഒരു ഭക്ത എന്നെ കാത്തിരിക്കുന്നുണ്ട്. ആര്? അഹല്യ. ശ്രീരാമചന്ദ്രന്റെ സ്പർശനം കിട്ടുമ്പോൾ, ആ പാദസ്പർശനം കിട്ടുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടും എന്ന് വരം കൊടുത്തിരുന്നു. അതും ഭഗവാൻ കേട്ടു. ഭഗവാനോട് ചോദിച്ചിട്ടില്ല അങ്ങനെ ശാപം കൊടുത്തിരിക്കുന്നത്. അതും ഭഗവാൻ കേട്ടു. അതുകൊണ്ട് ഭഗവാൻ തീരുമാനിച്ചു, ദ്വാപരയുഗം, 2ാമത്തെ യുഗം ദ്വാപരയുഗമാണ്, അത് പിന്നീട് വരാം. ആ ദ്വാപരയുഗത്തെ മാറ്റി നിർത്തിയിട്ട് ത്രേതായുഗത്തെ കൊണ്ടുവച്ചു. ഇത്രയും ഭക്തവത്സരൻ, ഭക്തദാസൻ കൂടിയാണ്. ഹരേ കൃഷ്ണ. അടുത്ത കാർത്തിക മാസ സന്ദേശവുമായിട്ട് സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ പ്രഭു? കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഇപ്പൊ പ്രഭു നേരത്തെ പറഞ്ഞു ഈ ദാമോദര മാസത്തില് പല ഉത്സവങ്ങളും ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബഹുലാഷ്ടമി. അത് രാധാകുണ്ടിന്റെ റീഅപ്പിയറൻസ് ഡേ ആയിരുന്നു. അതുപോലെ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞത് ദീപാവലി, ഇന്ന് ഗോവർദ്ധൻ പൂജ.
അപ്പോ പ്രഭു പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് റിപ്പീറ്റഡ് ആയി പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് മെമ്മറി വളരെ കുറവായത് കൊണ്ടാണ്. പെട്ടെന്ന് നമ്മൾ മറന്നുപോകും. അതുകൊണ്ടാണ് പ്രഭു വീണ്ടും വീണ്ടും ഇപ്പോ പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. ഇനി ഒരു ഫെസ്റ്റിവൽ, ഒരു ആഘോഷം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് 3 തരത്തിൽ, നമുക്ക് 3 ആസ്പെക്ട് ഉണ്ട് അതിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ആസ്പെക്ട് എന്താണ്? സാംസ്കൃതിക് അല്ലെങ്കിൽ പരമ്പര. ഞാൻ എൻ്റെ വീട്ടുകാരെല്ലാരും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനും ആഘോഷിക്കുന്നു. അതാണ് ആദ്യത്തെ ആസ്പെക്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? സ്പിരിച്വൽ. അപ്പോൾ നമ്മളിപ്പോ ദീപാവലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം രാമനും സീതയും അയോധ്യയിലേക്ക് തിരിച്ചു വന്ന ദിവസമാണ്, അതുകൊണ്ട് നമ്മൾ അത് ആഘോഷിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? ഡിവോഷണൽ. അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുക? അപ്പൊ ആദ്യത്തെ സാംസ്കാരികം അല്ലെങ്കിൽ പരമ്പര എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് സന്തോഷം കിട്ടുന്നു എന്നുള്ള ഒരു ലെവലിൽ വരെ മാത്രമേ നമ്മൾ ആലോചിക്കുന്നു. നമുക്ക് സന്തോഷം കിട്ടുന്നു, നമ്മുടെ കുടുംബക്കാരുമായിട്ട് ഒത്തുകൂടാനുള്ള ഒരു അവസരമാണ്, ആ ഒരു ലെവലിൽ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നു. അതേസമയം സ്പിരിച്വൽ ആധ്യാത്മികമാവുന്ന സമയത്തോ നമ്മൾ അവിടെ ഭഗവാനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. ഇനി ഇതിലും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഡിവോഷണൽ അല്ലെങ്കിൽ ഭക്തിമയമായത്. അതെങ്ങനെയാ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക? നമ്മൾ ആകെ ആലോചിക്കുന്നത് അത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ ഭക്തന്മാരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഈ മൂന്നാമത്തെ തരത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ആദ്യത്തെയും രണ്ടാമത്തെയും കൂടെ ഓട്ടോമാറ്റിക്കലി അതിൽ ഇൻക്ലൂഡ് ആവും. എന്താണ് ഇൻക്ലൂഡ് ആവുന്നത്? ഭഗവാന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതാണ് സ്പിരിച്വൽ, ആധ്യാത്മിക് എന്ന് പറയുന്നതും. അതേപോലെ തന്നെ പരമ്പരയായിട്ട് ഞാൻ ചെയ്തു വരുന്നത്, അത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷം നൽകുന്നു. അപ്പൊ നമ്മൾ ഈ മൂന്നാമത്തെ ലെവലില്, മൂന്നാമത്തെ ആസ്പെക്റ്റിൽ നമ്മൾ ഏത് ഫെസ്റ്റിവൽ ആഘോഷിക്കുമ്പോഴും ഈ ആദ്യത്തെയും രണ്ടാമത്തെയും ഇൻക്ലൂഡഡ് ആവും. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം ഇനി മുതൽ ഫെസ്റ്റിവൽസിന് വേണ്ടി ആഘോഷിക്കാൻ ശ്രമിക്കുന്നത്? ഈ മൂന്നാമത്തെ ലെവലായിരിക്കും. അതായത് ഭഗവാന്റെ ഭക്തന്മാരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ദാമോദർ ലീല ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ? കാരണം ഈ ഒരു ലീലയിലാണ് 5 രസങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ളത്. ഏതൊക്കെ രസമാണ്? ആദ്യം ഈ ദാമോദർ ലീലയിലെ മെയിൻ കഥാപാത്രം ആരാണ്? യശോദാമയ്യ. സോ യശോദാമയ്യയുടെ രസം എന്താണ്? വാത്സല്യ രസം. സോ വാത്സല്യ രസം യശോദാമയ്യ. ഇനി രണ്ടാമത് ആരാണ്? ദാസ്യരസം. ദാസ്യരസത്തിൽ ആരാണുള്ളത്? കുബേരപുത്രന്മാര്. അവര് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, അവർക്ക് മോക്ഷം കിട്ടുന്നു. അപ്പൊ അതാണ് രണ്ടാമത്തെ രസം. മൂന്നാമത്തെ രസം എന്താണ്? സഖ്യരസം. സഖ്യരസത്തിൽ ആരാ അവിടെ ഉള്ളത്? കുരങ്ങന്മാരെല്ലാരും സഖ്യരസത്തിലാണ്. ഭഗവാനുമായിട്ട് കട്ട് തിന്നാൻ കൂട്ടു നിൽക്കുന്നത് കുരങ്ങന്മാരാണ്. അപ്പൊ അതാണ് സഖ്യരസത്തിലുള്ളവർ. ഇനി നാലാമത്തത് ശാന്തരസത്തിലുള്ളത്. ശാന്തരസത്തിലുള്ളവർ ആരൊക്കെയാണ്? പാല്, ഉരല്, കയറ്. ഇവരെല്ലാം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ലീല കംപ്ലീറ്റ് ആവില്ലായിരുന്നു. അപ്പൊ അവരെല്ലാവരും ശാന്തരസത്തിലാണുള്ളത്. ഇനി അഞ്ചാമത്തെ രസമാണ് മാധുര്യ രസം. മാധുര്യ രസം എപ്പോഴും ആരാണ്? രാധാറാണി. എവിടെ ഭഗവാൻ ഉണ്ടോ അവിടെ രാധാറാണി ഉണ്ട്. കാരണം ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ് രാധാറാണി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ദാമോദർ ലീലയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം എല്ലാ രസങ്ങളും ഒരുമിച്ചുള്ള ഒരു ലീല ദാമോദർ ലീലയാണ്. ഇനി ഈ കാർത്തിക മാസത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ 4-5 കാര്യങ്ങൾ ഞാൻ പറയുന്നത്. 1, നെയ്വിളക്ക് കാണിച്ച് ദാമോദരാഷ്ടകം ചൊല്ലുക. 2, തുളസി ദേവിക്ക് വിളക്ക് കാണിക്കുക, വെള്ളം നനയ്ക്കുക. 3, ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. 4, ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത വായിക്കുക. കുറഞ്ഞ പക്ഷം ചതുശ്ലോകി ഭാഗവതം ഭഗവത്ഗീതയെങ്കിലും വായിക്കുക. ഈ മാസത്തിൽ വായിക്കേണ്ടത് ഭഗവത്ഗീത 12ാം അധ്യായവും ശ്രീമദ് ഭാഗവതം 10ാമത്തെ കാണ്ഡവുമാണ്. 5, പ്രസാദം മാത്രം കഴിക്കുക, കുറഞ്ഞ പക്ഷം സസ്യഭുക്കെങ്കിലും ആവുക. 6, ദാനം ചെയ്യുക, ക്ഷേത്രങ്ങളെ പിന്തുണയ്ക്കുക. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മാസങ്ങളിൽ നമ്മൾ എന്ത് പുണ്യപ്രവൃത്തി ചെയ്താലും അതിന് ഒരു ജന്മത്തിന് മാത്രമേ അതിന്റെ ബെനിഫിറ്റ് ഉള്ളൂ. എന്നാൽ കാർത്തിക മാസത്തിൽ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 മടങ്ങ് കൃപ ഭഗവാന്റെ ലഭിക്കും. മാത്രമല്ല 100 ജന്മങ്ങളിലേക്ക് ഈ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും.
അതുപോലെ തന്നെ നമ്മുടെ പൂർവികന്മാർക്ക് മോചനം ലഭിക്കുകയും 7 തലമുറ മുകളിലേക്കും 7 തലമുറ താഴേക്കും ഉള്ള എല്ലാ ആൾക്കാർക്കും പ്രയോജനം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഈ മാസം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ഈ പറഞ്ഞ ചെറിയ 5-6 കാര്യങ്ങൾ രാധാ ദാമോദരന്റെ പ്രീതിക്കായി ചെയ്യാനും ശ്രമിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. രാധാറാണി പോലും ഭഗവാന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് തുളസി ദേവിയെ പരിചരിച്ചിരുന്നു. അത് മാത്രമേ ഉണ്ടുള്ളൂ പോംവഴി എന്ന് കൂട്ടുകാരികൾ പറഞ്ഞു കൊടുത്തു. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് തുളസി പരിചരണം, ഒപ്പം ദാനവും. രാധാറാണി ഭഗവാന്റെ തന്നെ അംശാവതാരം. ഭഗവാൻ ആദ്യമേ തന്നെ രാധാറാണിയെ പറഞ്ഞു വിട്ടു. ആ രാധാറാണി പോലും ഭഗവാന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് തുളസിയെ സേവിച്ചിരുന്നു, ദാനകർമാദികൾ ചെയ്തിരുന്നു. അപ്പം ശാസ്ത്രം വളരെ സ്പഷ്ടമാണ്, സത്യമാണ്. ഭഗവാന്റെ സ്നേഹം പിടിച്ചു പറ്റുവാൻ വേണ്ടിയിട്ട് ഒരു തരി സ്നേഹം, ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. ദാസോ അഹം തവ കേശവ. നമ്മൾ ഭഗവാന്റെ ദാസന്മാരാണ്. ഹരേ കൃഷ്ണ. വീണ്ടും ചന്തു റെഡിയാണോ അവിടെ കീർത്തനം? പ്രഭു ഒന്ന് ഫ്രീ അല്ല, നാളെന്തോ ടെസ്റ്റ് പഠിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, വീണ്ടും നമ്മുടെ സാംഘവി അവിടെ റെഡിയാണോ? ഹരേ കൃഷ്ണ. രാജേഷ് ജി റെഡിയാണ്. ഓക്കെ, കീർത്തനം ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരതി അല്ലായിരുന്നോ പറഞ്ഞു? ആരതി അല്ല പറഞ്ഞ, കീർത്തനം ചെയ്യാൻ പാട്ട് പാടാൻ റെഡിയാണോ എന്ന് ചോദിച്ചതാണ്. ഓക്കെ, റെഡി ആയിട്ടിരിക്കൂ. അപ്പോഴത്തിന് വീണ്ടും നമ്മൾ ശിവേട്ടന്റെ അടുത്തോട്ട് പോവുകയാണ്. ശിവേട്ട, കീർത്തനം ചെയ്തോളൂ. ഹരേ കൃഷ്ണ. अच्युतं केशवं कृष्णदामोदरं रामनारायणं जानकीवल्लभम् 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 कौन कहते हैं भगवान आते नहीं, कौन कहते हैं भगवान आते नहीं, तुम मीरा के जैसे बुलाते नहीं, तुम मीरा के जैसे बुलाते नहीं। अच्युतं केशवं कृष्णदामोदरं रामनारायणं जानकीवल्लभम् अच्युतं केशवं कृष्णदामोदरं रामनारायणं जानकीवल्लभम् कौन कहते हैं भगवान खाते नहीं, कौन कहते हैं भगवान खाते नहीं, बेर शबरी के जैसे खिलाते
वीर शबरी के जैसे खिलाते नहीं। अच्युतं केशवं कृष्ण दामोदरं रामनारायणं जानकी वल्लभम्। अच्युतं केशवं कृष्ण दामोदरं रामनारायणं जानकी वल्लभम्। कौन कहते हैं भगवान सोते नहीं। कौन कहते हैं भगवान सोते नहीं। माँ यशोदा के जैसे सुलाते नहीं। माँ यशोदा के जैसे सुलाते नहीं। अच्युतं केशवं कृष्ण दामोदरं रामनारायणं जानकी वल्लभम्। अच्युतं केशवं कृष्ण दामोदरं रामनारायणं जानकी वल्लभम्। कौन कहते हैं भगवान नाचते नहीं। कौन कहते हैं भगवान नाचते नहीं। गोपियों की तरह तुम नचाते नहीं। गोपियों की तरह तुम नचाते नहीं। अच्युतं केशवं कृष्ण दामोदरं रामनारायणं जानकी वल्लभम्। अच्युतं केशवं कृष्ण दामोदरं रामनारायणं जानकी वल्लभम्। रामनारायणं जानकी वल्लभम्। रामनारायणं जानकी वल्लभम्। Hare Krishna, thank you. Hare Krishna. അച്യുതം കേശവം രാമനാരായണം അല്ലേ? അഭയ് എന്നല്ലേ പേര്? ഹരേ കൃഷ്ണ അല്ലേ? അല്ലേ? നിഹാൽ അഭയ് ചേട്ടന്റെ പേരാണ് അല്ലേ? ആർത്തിയാള് കറക്റ്റ്. നിഹാൽ, വെരി ഗുഡ്. അച്യുതം കേശവം രാമനാരായണം, വെരി ഗുഡ്, താങ്ക് യു, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നേരത്തെയും പറഞ്ഞു ചിത്തചോരൻ, അച്യുതം ച്യുതി ഇല്ലാത്തവൻ. എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ക്ഷമാപണം ചെയ്യേണ്ടി വരും, നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഓഫായിട്ട് കയറേണ്ടി വരും, എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ, അതേപോലെ ഇപ്പം ചോരൻ, ഭഗവാനെ നമ്മൾ കള്ളൻ എന്ന് പറഞ്ഞു. അതിനെ ശ്രീവല്ലഭാചാര്യര് ഒന്നുകൂടെ എടുത്തിട്ട് സൗരാഷ്ടകം ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു. രചേ വസന്തം നവനീത ചോരം വ്രജാങ്കനാനാം വസനൈക ചോരം. വ്രജേ വസന്തം നവനീത ചോരം വ്രജാങ്കനാനാം വസനൈക ചോരം. അനേക ജന്മാർജിത പാപചോരം, അനേക ജന്മാർജിത പാപചോരം ശൗരാംഗ്രഗണ്യാം പുരുഷം നമാമി. ശൗരാംഗ്രഗണ്യാം പുരുഷം നമാമി. അനേക ജന്മാർജിത പാപചോരം ശൗരാംഗ്രഗണ്യാം പുരുഷം നമാമി. വ്രജേ വസന്തം നവനീത ചോരം വ്രജാങ്കനാനാം വസനൈക ചോരം.
വല്ലഭാചാര്യര് പാടുകയാണ്, പ്രജവാസികളെ നിങ്ങൾ സൂക്ഷിക്കൂ, നിങ്ങൾ സൂക്ഷിച്ചിരുന്നോളൂ, രാത്രി ഒന്നും ഉറങ്ങരുത്. ഒരു കള്ളൻ വ്രജഭൂമിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന തൊഴില് വെണ്ണ മോഷ്ടിക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ല. വീടുകൾ പൂട്ടിയിട്ട് കഴിഞ്ഞാലും ആ താഴൊക്കെ തുറന്ന് പൊളിച്ചുകൊണ്ട് അവൻ കയറി വരും, വെണ്ണയെല്ലാം മോഷ്ടിക്കും. അത് മാത്രമല്ല, ഗോപസ്ത്രീകളുടെ വസ്ത്രങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോകും. അതാണ് പതിവ് എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് വീണ്ടും വല്ലഭാചാര്യര് പാടുകയാണ്, അനേക ജന്മാർജിത പാപചോരം. ഏതായാലും നീ കള്ളനാണ്, ഒരു കാര്യം കൂടെ നീ മോഷ്ടിച്ചുകൊണ്ട് പോകൂ. ഇതേ അർത്ഥം തന്നെയാണ് പ്രഭുപാദർ അമേരിക്കയിൽ ചെല്ലുമ്പോഴും പറഞ്ഞത്. അവിടെ ഉള്ളവര് ചോദിച്ചു, ഈ വയസ്സുകാലത്ത് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പം പ്രഭുപാദര് അവിടെ ഉള്ളവരോടും പ്രസ് റിപ്പോർട്ടേഴ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞ്, അന്നൊക്കെ ന്യൂയോർക്ക് ടൈംസിലൊക്കെ അതിനെക്കുറിച്ച് വന്നിരുന്നു. നൂറ്റാണ്ടുകളോളം പാശ്ചാത്യര് ഭാരതത്തെ അടക്കി വെച്ചിരുന്നു, ഉള്ളതെല്ലാം മോഷ്ടിച്ചുകൊണ്ടുപോയി. പക്ഷെ ഒരു കാര്യം മാത്രം മോഷ്ടിക്കാൻ പറ്റിയില്ല, അത് ആത്മീയത, ഭാരതത്തിന്റെ ആത്മീയത, ഭാരതത്തിന്റെ സംസ്കാരം. അത് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ വല്ലഭാചാര്യര് പറയുകയാണ്, അനേക ജന്മാർജിത പാപചോരം. ഭഗവാനെ, നീ ഏതായാലും മോഷ്ടാവാണ്. നീ വെണ്ണ മോഷ്ടിക്കുന്നു, ഗോപസ്ത്രീകളുടെ വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാന് ജന്മജന്മാന്തരങ്ങളായിട്ട് കൂട്ടിവച്ചിരിക്കുന്ന പാപങ്ങള് അതും കൂടെ മോഷ്ടിച്ചു കൊണ്ടുപോകൂ, ഞങ്ങളെ പാപമുക്തരാക്കൂ. അനേക ജന്മാർജിത പാപചോരം ചൗരാംഗ്രകന്യാം പുരുഷം നമാമി. ആ മഹാപുരുഷനെ ഞാൻ പ്രണമിക്കുന്നു. ഈ കാർത്തിക മാസത്തിനും നമുക്ക് പറയാനും അപേക്ഷിക്കാനും ഉള്ളത് ഇതാണ്. ഭഗവാനെ, ഞങ്ങളുടെ ജന്മജന്മാന്തരങ്ങളായ പാപങ്ങൾ എല്ലാം എടുത്തു കളഞ്ഞ് ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് മുക്തരാക്കി ജീവിതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹരേ കൃഷ്ണ. അടുത്ത കീർത്തനവുമായിട്ട് സംഘവി റെഡിയാണോ? ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, ഒരു മിനിറ്റ് എല്ലാരും ക്ഷമിക്കണം, നമ്മൾ ഒന്നുകൂടെ ഔട്ട് ആവുകയാണ്. ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും കയറണം, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. കാര്യം ഇതിനകത്ത് ഒരു 5 മിനിറ്റേ കാണിക്കുന്നുള്ളൂ. ദയവായിട്ട് വീണ്ടും ലൈനിൽ കണ്ടിന്യൂ ചെയ്യുക പെട്ടെന്ന്. ഹരേ കൃഷ്ണ.